KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഏജ് ലിമിറ്റ് ഉയർത്തി. എത്ര വർഷമാണ് ഉയർത്തിയത്? 4 വർഷമാണ് PSC ഏജ് ലിമിറ്റ് ഉയർത്തിയത് അല്ലേ? അപ്പോൾ ഈ KS അധ്യാപകർ പോലീസ് തസ്തികകളിൽ, യൂണിഫോം തസ്തികകളിലും അതുപോലെ തന്നെ അധ്യാപക തസ്തികകളിലേക്കും അതുപോലെ KS പോലുള്ള തസ്തികകളിലേക്ക് ഈ ഏജ് ലിമിറ്റ് ഉയർത്തിയത് ബാധകമാണോ, അല്ലെങ്കിൽ എത്രയാണ് ആ ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുന്നത് എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് സംശയം ഉന്നയിക്കുകയുണ്ടായി. നമ്മൾ ഈ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തൊട്ടേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്ത നമ്മുടെ KR അക്കാഡമി വഴി, നമ്മുടെ അക്കാഡമി വഴി അന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ അംഗീകാരം നമുക്ക് കിട്ടുകയും ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ നേരിട്ട് വന്ന് കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള പൊന്നാടി അണിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ അക്കാഡമിക്ക് ഒരു അഭിമാന നിമിഷമാണ്. അപ്പോൾ ഇന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് KS അധ്യാപകര് അതുപോലെ തന്നെ യൂണിഫോം തസ്തികകളിലൊക്കെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത്, ഏജ് റിലാക്സേഷൻ എത്ര വർഷം വരെ ബാധകമാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷം വർദ്ധിപ്പിച്ചത് എന്നാണ് വർദ്ധിപ്പിച്ചത്? ഫെബ്രുവരി 17-ാം തീയതി മുതലാണ് പുറത്തിറങ്ങിയ PSC വിജ്ഞാപനങ്ങൾക്കാണ് ബാധകമാവുന്നത്. അപ്പോൾ ഈ PSC വഴി നേരിട്ട് നിയമനം നടത്തുന്ന എല്ലാ തസ്തികകളിലും അതാത് വിശേഷ ചട്ടം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധനവ് എല്ലാവർക്കും ബാധകമായിരിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെയും അതുപോലെ തന്നെ മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? അതുപോലെ തന്നെ പരിശീലനം ആവശ്യമുള്ള സേനാ വിഭാഗങ്ങൾ, അതാണ് പ്രധാനപ്പെട്ട എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. സേനാ വിഭാഗങ്ങളുടെ കാര്യമാണ്. ഇവർക്ക് തസ്തികകളിൽ പ്രായപരിധി വർധന ബാധകമാണ് എന്ന് എല്ലാവരും പ്രത്യേകം ഓർത്തിരിക്കുക. എല്ലാവരും പ്രത്യേകമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ പോലീസ്, അതുപോലെ തന്നെ കോൺസ്റ്റബിള്, അതുപോലെ വനിതാ കോൺസ്റ്റബിള്, പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ IRB പോലീസ് കോൺസ്റ്റബിള്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണ്? നിലവില് 18 to 26 ആണ് അല്ലേ? അപ്പോൾ അത് 4 വർഷം വർധനം ബാധകമാകുമ്പോൾ ഈ തസ്തികയിൽ അപേക്ഷിക്കുന്ന പൊതുവിഭാഗക്കാർക്ക് 18 to 30 ആയിട്ട് വർദ്ധിക്കുകയും OBC-കാർക്ക് 18 to 33 ആവുകയും SC/ST-കാർക്ക് 18 to 35 എന്നീ ഇങ്ങനെയാണ് ഈ പുതിയ പ്രായപരിധി വരുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ജയില്, എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ, വനം വകുപ്പ്, വന്യജീവി തുടങ്ങിയ വകുപ്പുകളിലും യൂണിഫോം തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാണ്. അപ്പോൾ പ്രത്യേകം എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടാണ് ഓരോ തസ്തികയും ഞാൻ എടുത്തു പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി, പിന്നീട് സംശയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ LPST, UPST ഒക്കെ HST എന്നീ അധ്യാപക തസ്തികകളിൽ അതുപോലെ തന്നെ നിലവിലെ പ്രായപരിധി എത്രയാണ്? 18 to 40 ആണ്. ഇവിടെ 4 വർഷത്തെ വർധന ബാധകമാകുമ്പോൾ എത്ര വരും? ഇപ്പം 18 to 44 ആകും. അതുപോലെ തന്നെ HSST കോളേജ് അധ്യാപക നിയമനങ്ങൾക്കും ഈ 4 വർഷ വർധന ബാധകമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, പ്രത്യേക പ്രായപരിധി വർധന ബാധകമായിരിക്കുന്ന പോലീസ് അധ്യാപക നിയമനങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ ഇളവ് ബാധകമാക്കിയ സാഹചര്യത്തിൽ ഈ KS-നും ഇത് ബാധകമാക്കാനാണ് സാധ്യത. അപ്പോൾ അതിൽ നിന്നും മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ KS അധ്യാപകര് അതുപോലെ പോലീസ് യൂണിഫോം തസ്തികകളിലൊക്കെ തന്നെ പ്രായപരിധിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ഓരോരുത്തരും ഏജ് റിലാക്സേഷൻ കിട്ടിയ അവസരത്തിൽ പലർക്കും പല തസ്തികയെ സംബന്ധിച്ചും പലവിധ സംശയങ്ങളാണ് ഓരോ ദിവസവും വിളിച്ചു ചോദിക്കുമ്പോൾ പലരും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ തസ്തികയും തിരിച്ച് ഓരോ തസ്തികയിലുമുള്ള പ്രായപരിധിയിലുള്ള വ്യത്യാസം എത്ര വരും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.